സാധനം ഞാനിവിടെ ഇട്ടത്. ഗ്യാസ് വന്നു. എന്റെ ഗ്യാസ് പോയി. ഇല്ലടാ. യമുന ചേച്ചി ഉറങ്ങുകയാണോ? യമുന ചേച്ചി അല്ല 1000 പോയിന്റായി. 1000 ആ ലക്ഷറി ബഡ്ജറ്റ് തന്ന് 1000 ആയി. ഒരു കുറയ്ക്കൽ 500 രൂപ അല്ല 7 പ്രാവശ്യം കുറച്ച് കഴിഞ്ഞാൽ 1000 ആവില്ലേ? 2800 പോയിന്റ്സ് ഉണ്ട്. സംസാരിച്ചില്ലല്ലോ. എനിക്ക് ഒന്നാമത് പ്രാന്ത് പിടിച്ചിരിക്കുക. ഇപ്പൊ ചുമ്മാ എൻ്റെ അടുത്ത് ചൊറിയല്ലേ. ഒന്നാമന്റെ എല്ലാ കൺട്രോളും പോയിക്കോ. എനിക്കെന്താ, എനിക്ക് ചിരിക്കാൻ പാടില്ല. നീ എന്തിനോട് കോപ്പിച്ചിരിക്കുന്നേ? എനിക്കെന്താ ഞാൻ പുറത്ത് തന്നെ എങ്ങനെ പോയി? ഇവനൊന്നും പറ്റി? ഇവനൊന്നും പറ്റിയില്ല. നിന്റെ ഐസ്ക്രീം പോയോ? നീ ബുദ്ധിപരമായ അതിന്റെ എനിക്ക് ബുദ്ധി. എനിക്കറിയാം പ്രശ്നങ്ങളൊക്കെ വരും. സുരേഷ് സാർ ചെയ്തവനെ. സുരേഷ് സാറ് പേര് ചോദിച്ചു ഐസ്ക്രീമില്. ക്യാമറ ഇവിടെ തന്നെയുണ്ടാ. അതിന് ബുദ്ധിപരമായി എനിക്ക് കയറാൻ പറ്റും. എന്തുവാ ചെറുക്ക് തലയും ചൊറിയാണ് വേനും കടിക്കുന്നത്. ബ്ലൈൻസ് എന്തിനാണോ? ഗെയിം ഉണ്ടാവോ? ഗെയിം ഉണ്ടാവോ? എന്തുവാടാ? എടാ എനിക്ക് എന്റെ ഐസ്ക്രീം എടുത്തോണ്ട് ഇപ്പൊ വിഷമം വന്നടാ. എനിക്ക് ആകെ ഇവിടെ കഴിക്കാൻ ഒന്നും കിട്ടുന്നില്ല. ഞാൻ 10 ദിവസം തിന്നാന്നും പറഞ്ഞ് കാത്തിരുന്നപ്പോഴാ റോക്കി എടുത്തോണ്ടോ ഇത് വൃത്തിയിട്ട്. മര്യാദക്കാരങ്ങാതിരുന്ന് എനിക്ക് ദേഷ്യമാനുണ്ട് കേട്ടാ. കളിക്കുവാണോ? ഇനി എന്റെ ദേഹത്തോട്ട് ഞാൻ എന്റെ സ്വഭാവം മാറും കേട്ടാ. ഞാൻ സത്യമായിട്ടാ പറയണേ. ഏത് നിമിഷം ഞാൻ പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ വെറുതെ കാട്ടാവും. അനങ്ങായിരുന്നോ? നിന്നോട് ഞാൻ പറഞ്ഞു അനങ്ങാതിരിക്കാൻ. അനങ്ങാതിരിക്കാൻ ഞാൻ പറഞ്ഞില്ലേ? നീ ശരിക്കും ദേഷ്യപ്പെടുവാണ്. ഞാൻ എന്തോ ഇത് ഞാൻ എന്ത് ചെയ്ത് എന്തൊരു കുന്തിരൊക്കെ നീ റോക്കറ്റ് എടുത്ത് പോയി സംസാരിക്കണം. ഈ എടാ ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞേ? നീ എന്താ ചെയ്തെന്ന് എനിക്കറിയാം. എനിക്കറിഞ്ഞു. എന്റെ പൊന്ന് ഗബ്രി, എനിക്ക് ഐസ്ക്രീം
മുഖം, നിന്റെ വളിച്ച മുഖം. എനിക്ക് ഒന്നാമത് ഐസ്ക്രീം പോയ സങ്കടത്തിൽ ദേഷ്യം ഉണ്ടോ നിനക്ക്? തല്ലാൻ തോന്നുന്നുണ്ടോ നിനക്ക്? തല്ലടി, ഒന്ന് തല്ലി നോക്കടി. മര്യാദക്ക് ഞാൻ ആ റൂമിന്റെ പടിയിൽ വന്ന് അത്രയും നേരം അവിടെ ഇരുന്നിട്ടൊന്നും എനിക്ക് പട്ടിയല്ല എന്നില്ല. ഞാൻ അറിഞ്ഞിരുന്നില്ല. പണ്ടേ തീറ്റ സാധനങ്ങൾക്ക് ഭയങ്കര പണ്ടേ തീറ്റ സാധനങ്ങൾ കണ്ണെടുത്തിട്ടുണ്ടോടാ? പേടിച്ചൊന്നുണ്ട്. ഞാൻ എനിക്കറിയായിരുന്നു നീ കളിക്കുവാന്നുള്ളത്. അതുകൊണ്ടല്ലേ ചങ്ങിന്റെ അകത്തുനിന്ന് പറഞ്ഞ പ്രാവശ്യം വരെ തിരിച്ചൊന്നുമില്ലല്ലോ. നീ പേടിപ്പിച്ചതിലേ ഉള്ളൂ എനിക്ക് അതായത്. അല്ലാതെ എനിക്കറിയായിരുന്നു നീ കളിക്കുവാന്ന്. ഞാൻ കളിക്കായിരുന്നില്ലോടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിന്നോട് കളിക്കായിരുന്നു. ഇനിയിപ്പോ എത്ര എക്സ്പ്രഷൻ മാറ്റിയാലും എനിക്കറിയാം. ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ കളിക്കായിരുന്നു. ഞാൻ നിന്നോട് പറഞ്ഞു ഞാൻ കളിക്കായിരുന്നു. പിന്നെ നീ ഇതിന്റെ ലാസ്റ്റ് 3 നോക്കി പോയത് എനിക്ക് പേടിപ്പിക്കാൻ തോന്നി, ഞാൻ പേടിപ്പിച്ചു. എന്റെ അടുത്ത് എനിക്ക് ദേഷ്യമില്ലാന്നില്ല. പിള്ളേരെ പോലെ നാണല്ലേ ഇവിടെ ഐസ്ക്രീമിന്റെ പേര് പറഞ്ഞത്? എനിക്കപ്പോ വിഷമം. എന്തിന്? ഇന്നലെ ഞാൻ പറഞ്ഞു എന്റെ ഡ്രസ് ഓക്കെ എന്റെ ഫോട്ടോ നോക്കട്ടെ. എന്റെ ഫോട്ടോ നോക്കാം. എടുക്കടി. എടുക്കത്തില്ല. ഞാൻ പറഞ്ഞിടക്ക് ഇനി വാഴ വേണ്ടത്. ഇനിയിപ്പോ ക്യാപ്റ്റൻസി റൂമിൽ ഞാനും പറഞ്ഞെന്താന്നറിയോ? ഞാനും അവരോട് പറഞ്ഞു ഞാനിപ്പോ ഒരു സ്ഥലത്തേക്ക് ആക്കി ഇങ്ങനത്തെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാൻ പറഞ്ഞു അവരോട്. അവര് കത്തിക്കട്ടെ. ശരിക്കും സത്യമായിട്ട് ഈ ഫോട്ടോയിൽ അങ്ങനെ ഇരിക്കണം. അങ്ങനെയല്ലേ? അങ്ങനെയല്ല. ചുണ്ടനിൽ പാണ്ടനോരടിച്ച പോലെ മറ്റേ നമുക്ക് എന്ത് ചെയ്യാം? റോക്കെ കൊണ്ട് ഡാൻസ് കളിപ്പിക്കായിരുന്നു അല്ലേ രാത്രി? ചുണ്ടു സൈഡിലേക്ക് പിടിച്ചിട്ടാ നീ ചിരിക്കണത് കണ്ട? മോഡലാണ് അത്ര. മോഡൽ. ഞാൻ മോഡലൊന്നും അല്ല, ഇൻഫ്ലുവൻസർ ആണ് അത്ര. ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഫോട്ടോ എടുക്കാറുണ്ട്. നിനക്ക് യോഗ ഉണ്ട്, നിനക്ക് നല്ല കച്ചറ ഡ്രസ്സാ കിട്ടി. അതിന് രണ്ടും ഭാഗ്യമാണ്. ഭാഗ്യം. സിജോന്റെ ഒക്കെ ജാക്കറ്റ് കണ്ടിട്ട് കൊതിയായി പോയി. എനിക്ക് കാക്കാടെ അയാളുടെ ജാക്കറ്റ് കണ്ടിട്ട് കൊതിയായി. അതൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ മാസായാണ്. പ്ലാനിങ് ആയിരുന്നു. എന്റെ പൊന്നെ കാര്യം പറയട്ടെ. ഒരു കാര്യം പറയട്ടെ ഗബ്രി. പറയട്ടെ കാര്യം പറയട്ടെടാ. വാടാ. ചില സമയത്ത് ഒരുപാട് അടി കിട്ടുമ്പോഴാണ് നമ്മൾ കയറ്റത്തിലേക്ക് പോകും. ചുരിച്ചില്ലല്ലോ. കല്യാണിച്ച് ചിരിക്കണ ചിരി നല്ല എന്താ പറയാ കിണിയുന്ന കണ്ടോ? എൻ്റെ ചേച്ചിൻ്റെ കൂടെയുള്ള സീറ്റ് ഓൾറെഡി അവൾ എൻ്റെ ഉള്ളിലേക്ക്. ഇപ്പം ഞങ്ങൾ രണ്ടാളും അറ്റ്ലീസ്റ്റ് ഒന്ന് പുറത്ത് വന്നിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊന്നും കളയാൻ വന്നിരിക്കുക. കുറച്ച് അറിയാതെ എടാ നിനക്ക് വേണമെങ്കിൽ ചോദിച്ചുകൂടെടാ. നീ എന്തിനും മറ്റുള്ള ഒരാളെ കൊണ്ട് ചോദിപ്പിക്കുന്നത് അല്ലടാ ലക്ഷ്മി? നീ ചോദിക്കാൻ വരണ്ട കേട്ടോ. ഇങ്ങനെ കരയല്ലേ? നിങ്ങൾ രണ്ടൊരു പ്ലാൻ ചെയ്ത് എന്നെ പ്രാങ്ക് ആക്കാണ് നിങ്ങള്. ഞങ്ങളുടെ രണ്ടുപേരുടെ ഇടയ്ക്ക് ഓൾറെഡി അങ്ങനെ അല്ലാതെ രാത്രി എന്നും കെട്ടിപ്പിടിച്ച് ഉറങ്ങണ്ടായിരുന്നു. അതൊക്കെ അപ്പൊ മാറിപ്പോയി. എന്നാലും കുഴപ്പമില്ല. ഞാൻ എന്താണ് പ്രശ്നം? എനിക്ക് എന്താണ് സ്റ്റൈല് കൊള്ളാം. കാര്യം പറയട്ടെ. വാ ഞാൻ എന്ത് നിന്നോട് ചെയ്തു? അതാണ് ഞാൻ ചോദിക്കുന്നത്. കുറെ നേരമായി. ഒരു കാര്യം പറയട്ടെ ഗബ്രി. കൈമ കയറി പിടിക്കണം. ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞത് ഏതോടല്ല ഇപ്പൊ വേണ്ടെന്ന്.
ഇപ്പൊ വേണേ. അതെന്താ നീ ഇപ്പൊ വേണ്ടെന്ന് പറഞ്ഞ കുറച്ച് കഴിയുമ്പോ വേണോന്നൊക്കെ. കുറച്ച് കഴിയുമ്പോ വേണോ? അതെന്താ അത്? എന്താണ് തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട്? അത് ഇന്ന് വല്ല ചായ കിട്ടോ? ചായ എനിക്ക് വയ്യ, ചിന്ത മാറിപ്പോയി. മധുരയിട്ട ചായയൊക്കെ എടുത്തോളൂ. നേരത്തെ ഇങ്ങനെയായിരുന്നു, എന്ത് രസമായിരുന്നു. ചായ വേണോ? മതി മതി നിർത്ത്, അവർക്കാളായിരിക്കും. ചേച്ചി ചായ എടുക്കും. റസ്മിന് എന്ത് പറ്റി? എനിക്ക് ഈ വേഷം കണ്ടാണ് എനിക്ക് ഭ്രാന്ത് പിടിക്കണം, അല്ലാണ്ട് എനിക്ക് എന്ത് പറ്റാ. ശരിക്കും ഞങ്ങളെ പേടിയായി. വർക്കൗട്ടാണുള്ള രീതി കൗണ്ടർ എനിക്ക് ഇഷ്ടമല്ല കേട്ടാ. ഞാൻ തിരിച്ചടിക്കുമ്പോൾ നല്ല വേറെ എടുക്കൂട്ടോ. അതിന് ഫിസിക്കൽ അസോൾട്ട് മോങ്ങിട്ട് കേട്ടുണ്ടാവില്ല. നമ്മള് പറഞ്ഞില്ലേലും ചിലപ്പോ പുറത്തുള്ളവർക്ക് ശരിക്കും ഫിസിക്കൽ അസാൾട്ട് തോന്നിക്കുന്ന കമന്റ് ഇട്ടിട്ട് ബിഗ് ബോസിനോട് പറയും. ഇപ്പൊ ഞാൻ കണ്ടില്ലേ, ഇതിലൊരാളെ മാറ്റിയില്ലേ? എന്തുകൊണ്ടാണ് പുറമെ ഉള്ള ആൾക്കാരുടെ അഭിപ്രായം മാനിച്ചിട്ടാണ് ബിഗ് ബോസ് ഇതിനൊരു തീരുമാനം എടുത്തത്. അങ്ങനെ പല കാര്യങ്ങളും ബിഗ് ബോസ് പുറമെ ഉള്ള ആൾക്കാരെ മാനിച്ച് തീരുമാനങ്ങൾ എടുക്കുമെന്നത്. അതിന്റെ പേരാണ് വോട്ടിംഗ്. അതിന്റെ പേരാണ് മാറ്റിപ്പിടിക്കൽ. വോട്ടിംഗ് പറഞ്ഞ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചല്ലേ ആൾക്കാർ വോട്ട് ചെയ്തില്ലെങ്കിൽ നമ്മളിവിടെ നിൽക്കില്ല. ആ വോട്ടല്ലല്ലടാ. ഇപ്പൊ പറഞ്ഞില്ലേ നമ്മുടെ അടുത്ത് ഇത് മാറ്റി പവർ മാറ്റി ഓ അത് അങ്ങനെ അത് പുറത്തുള്ളവരുടെ അഭിപ്രായം മാനിച്ചിട്ട് എന്നല്ലേ പറഞ്ഞത്? അങ്ങനെ ഞാൻ വിചാരിച്ചു രതീഷാക്കളായിരുന്നു. ആ പറയടാ. അവരുടെ കല്ലാന്ന് തോന്നുന്നു. അഭിപ്രായങ്ങൾ പറയൂലോ. അല്ലടാ, നമുക്ക് ഇവിടെ ചൊറിഞ്ഞാലോ? എന്നെ ചൊറിയാൻ പറഞ്ഞു. എനിക്ക് ദേഷ്യം വരുന്നത്. എടാ ചൊറിയല്ലേടാ. ഫിസിക്കൽ അസോൾട്ട്. എന്നാലും പിള്ളേരെ കൊണ്ട് ഒരു ബാൻഡ് ഷർട്ട് പിടിപ്പിച്ചിട്ട് നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കേക്കൂല. അന്നേ ഞാൻ പറയുള്ളൂ. ഫോട്ടോ വൃത്തിയോട് ഇപ്പൊ എഫക്ട് ചെയ്തില്ല, അപ്പൊ എഫക്ട് ചെയ്തു. ഭയങ്കര രസമായിട്ട് കളിച്ചു. സീരിയസ്ലി അത്രയൊന്നുമില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര എക്സ്പ്രസീവ് ആയിട്ട് നല്ല ഡാൻസ് മൂവില് കളിച്ചു. ഫ്ലോയില് ഒന്ന് കളിച്ച് നോക്കട്ടെ എന്ന് ചെയ്തിട്ട്. എനിക്ക് അറിഞ്ഞൂടാ, പോയാണ് ജാസ്മിൻ നീ മറന്നു പോകുന്നു. കളിക്കില്ല, നീ കളിക്കില്ല. ഉറപ്പാണല്ലോ? എനിക്കറിയില്ല. ഉറപ്പാണല്ലോ? എനിക്കറിയില്ല. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉറപ്പാണല്ലോ? ഒരു സ്റ്റെപ്പ് നിനക്ക് ഇവിടെ ഇടാൻ പറ്റില്ലല്ലോ. അതല്ലേ ഞാൻ ഇപ്പൊ കാണിച്ചേ. എഴുന്നേറ്റ് നിന്ന് നീ ഇന്നലെ കളിച്ച പോലെ ഒരു സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പ് നിനക്ക് ഇടാൻ പറ്റില്ലല്ലോ. എനിക്കറിയാൻ പാടില്ല. പറ്റില്ലല്ലോ. ഇവർക്ക് കാണണമെന്നില്ല. എനിക്ക് കാണണമെന്നുണ്ടോ? ഉണ്ട്. ആ ചേച്ചിക്കുണ്ട്. ആ നമ്മുടെ അടുത്തൊന്നും ചോദിക്കില്ലല്ലോ അഭിപ്രായം. എന്റെ പൊന്ന സ്ത്രീയെ ഇവിടെ മുടിച്ചിട്ട് വേണ്ടേ അങ്ങോട്ട് വരാൻ? നീ കളിച്ചോ. പറ്റില്ലെങ്കിൽ നീ ഇപ്പൊ പറ്റില്ല എന്ന് പറയണോ? എന്നിട്ടാണ് എനിക്ക് അടുത്ത തീരുമാനം എടുക്കാൻ. ഉറപ്പാണല്ലോ? 100% ഉറപ്പാണല്ലോ? നാണമാണ്. എനിക്ക് കളിക്കാറേ പാടില്ല. നിങ്ങൾക്കൊക്കെ അറിഞ്ഞുകൂടി എനിക്ക് ഡാൻസ് കളിക്കാറില്ലെന്ന്. നീ നന്നായിട്ട് സ്റ്റെപ്പ് ഇടണോ അല്ലെങ്കിൽ ഹാർഷ് ആയിട്ടുള്ള തീരുമാനങ്ങളിലേക്ക് പോകണോ? എനിക്ക് ഡാൻസ് കളിക്കാൻ അറിഞ്ഞൂടാ. ശരി അവള് കളിക്കണ്ട. ഇനി കളിക്കണ്ട. കളിക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഇനി എങ്ങനെ കളിക്കാന്ന് പറഞ്ഞ എന്റെ സ്വഭാവം പറയൂട്ടാ. കളിക്കാം പറഞ്ഞില്ലേ, ഇതാണ് പ്രശ്നം. കളിക്ക്.